ഹലോ, ഇന്ന് നമുക്ക് ഈ ബ്രോക്കലി അഥവാ ബ്രൊക്കോളി കൊണ്ട് നമുക്കൊരു തോരൻ വെച്ചാലോ. അപ്പോൾ എങ്ങനെ വെക്കുന്നത് കാണിച്ചു തരാവേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കണം. നല്ല വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസ് കഷ്ണമാക്കി ഒരു ബൗളിലോട്ടിട്ട് ഒരു 10 മിനിറ്റ് ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കുക. ഞാൻ ബ്രൊക്കലി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബാക്കി വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു അരമുറി സവോള, അരമുറി മതി. പിന്നെ ഒരു 2 ചുവന്നുള്ളി നമ്മുടെ അരപ്പിന് വേണ്ടിയിട്ട്. പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കുക. ഞാനിവിടെ ഒരു 4 എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസിലുള്ളത്. കുറച്ച് കറിവേപ്പില, തേങ്ങ, ഇത്രയും സാധനമാണ് വേണ്ടത്. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി. കുനുകുനാന്നുള്ള ചെറിയ കുനുകുനുള്ള പീസില്ലേ, അങ്ങനെയാണ് ആക്കി എടുത്തിരിക്കുന്നത്. ചെറിയ പീസ്. ഇനി ഇതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങ ഞാൻ ഡീഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു പിടിയും പിന്നെ ഒരു കുറച്ചും കൂടെ. നമുക്ക് ഇതിൻ്റെ തോരന് ആവശ്യമായിട്ടുള്ള അത്രയും തേങ്ങ. പിന്നെ ചുവന്നുള്ളി ജസ്റ്റ് ഒന്ന് പൊളന്നിടാം. വലിയ ചുവന്നുള്ളി ആയതുകൊണ്ട് പൊളന്നിട്ടേക്കാം. ഒന്ന് ജസ്റ്റ് ചതയ്ക്കുന്നേ ഉള്ളൂ, പെട്ടെന്ന് ചതഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മുടെ പച്ചമുളക്, 2-3 കരിയാപ്പിലയും കൂടെ ഇതിനകത്തോട്ട് ഇടുക. പിന്നെ നമുക്ക് വേണ്ടത് ജീരകപ്പൊടി. ജീരകം ഉണ്ടെങ്കിൽ ജീരകപ്പൊടി ആണെങ്കിൽ പൊടി ഏതാണെന്ന് വെച്ചാൽ. ജീരകപ്പൊടി ഒരു നുള്ളേ ഇടുന്നുള്ളൂ കേട്ടോ. ഞാനൊരു ശകലമേ ഇടുന്നുള്ളൂ, ഒത്തിരി ഇടുന്നില്ല. ഒത്തിരി പൊടിയുടെ ഇതായി കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി. ഞാൻ പറഞ്ഞില്ല, വെള്ളം ഒന്നും ചേർക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം. അപ്പോൾ ഇത് കണ്ടോ, ഞാനിത് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നിൽക്കണം. കണ്ടവാനെ അങ്ങ് അരഞ്ഞു പോകരുത്, തോരൻ്റെ വരും. അതെ, ബ്രോക്കോളി നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. ഓക്കെ, ഇത് ചെറിയതായിട്ടാണ് അരിയുന്നത്. കാണാൻ പറ്റുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ബ്രോക്കോളി ഫുൾ അരിഞ്ഞിട്ടുണ്ട്, സവോള അരിഞ്ഞിട്ടുണ്ട്, കരിയാപ്പലയുണ്ട്. നമ്മുടെ അരപ്പും റെഡി ആയിരിക്കുവാണ്. ഇനി നമുക്ക് പാൻ അടുപ്പത്തോട്ട് വെക്കാം. പാൻ ചൂടാവട്ടെ. പാൻ ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ടൈമിൽ ജസ്റ്റ് ഞാൻ ക്യാമറ ഒന്ന് ഓഫ് ചെയ്തായിരുന്നു ഗൈസ്. അതിനുശേഷം പിന്നെ ബാക്കി പ്രൊസീജിയർ ചെയ്തപ്പോൾ ഓൺ ചെയ്യാൻ മറന്നുപോയി. ഐ എം സോ സോറി. എല്ലാം ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ നോക്കുമ്പോഴാണ് മനസ്സിലായത് വീഡിയോ റെക്കോർഡ് ആവുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇത്ര നേരം ചെയ്ത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് കരിയാപ്പിലയും പച്ചമുളക് ഇട്ടൊന്ന് മൂപ്പിച്ചു. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന സവോള ഇട്ട് ഇളക്കി നമ്മുടെ ബ്രൊക്കോളി അരിഞ്ഞതും ആ കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് ഞാൻ ഈ കപ്പിലാണ് വെള്ളം എടുത്തത്. ഈ കപ്പിൽ ഒരു 1/4 ഭാഗം മിച്ചം വെള്ളം എടുത്ത് ഒഴിച്ച് അടച്ച് വെച്ചൊരു 3 മിനിറ്റ് വേവിക്കുക. അപ്പം ഞാൻ അടച്ച് വെച്ചേക്കുവാണ്. വെന്ത് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് കാണിച്ചു തരാം. സോറി, ഞാൻ വീഡിയോ റെക്കോർഡായില്ല, കണ്ടില്ലായിരുന്നു കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുള്ള നമുക്കത് തുറന്ന് നോക്കാം ഏത് പരുവത്തിലായിരുന്നു. അത്യാവശ്യം വെന്തിട്ടുണ്ട്, കുറച്ച് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ശകലം വെള്ളം കൂടെ പറ്റാനുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ചേർത്ത് മൊത്തം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും. അരപ്പ് ചേർത്ത് ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരു മിനിറ്റും കൂടെ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് അടച്ച് വെക്കുക, അരപ്പൊന്ന് വേകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം നമുക്ക് കേട്ടോ. നമുക്ക് തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടേച്ചാൽ മതിയേ. ഇതിൻ്റെ ആവശ്യമുള്ളൂ. നന്നായിട്ട് വേഗമുണ്ടായിരുന്നു. ഒരുമാതിരി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് നല്ലപോലെ വലിയാൻ വേണ്ടിയിട്ട്, നല്ലപോലെ ഒന്നാണെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് തുറന്ന് വെച്ചൊരു 2 മിനിറ്റും കൂടെ ഒന്ന് തുറന്ന് ഇങ്ങനെ അങ്ങ് വെച്ചേക്കാം. ഉപ്പും എരിവൊക്കെ ഉണ്ടോ എന്ന് നോക്കിയേക്കാം. ഒരു ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ഈ സാഹചര്യത്തിൽ വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം ഉപ്പ് വാരി കൊരിയിടരുത്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഒരു സാധനം കൂടെ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ മുട്ട നന്നായിട്ട് അടിച്ച് പതപ്പിച്ചിട്ട് ചിക്കി പൊരിച്ച് ഇതിൻ്റെ കൂടെ ചേർക്കാം. അങ്ങനെ ഞാനിത് ചെയ്യുന്നില്ല, കാരണം എനിക്കിത് 2 ദിവസത്തേക്കുള്ള തോരനാണ്. അപ്പോൾ മുട്ട ചേർത്ത് കഴിഞ്ഞാൽ അഴുക്കായിപ്പോകും. അതുകൊണ്ട് അപ്പോൾ ചെയ്യേണ്ടവർ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ നമ്മുടെ തോരൻ ആയി കഴിയുമ്പോഴത്തേക്ക് ഒരു സൈഡിലോട്ട് ഒതുക്കി വെക്കുക. എന്നിട്ട് ഈ സൈഡിലിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച്
സാധാരണ നമ്മൾ മുട്ട ചിക്കി പൊരിക്കുന്ന പോലെ ചിക്കി പൊരിച്ചിട്ട് മുട്ട കൂടെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ നല്ല ഒരു എക്സ്ട്രാ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളത് അങ്ങനെ കൂടെ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ബ്രൊക്കോളി തോരൻ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിന് തുടങ്ങാം. ഇതേ നമ്മുടെ ബ്രൊക്കോളി തോരനും ചൂട് ചോറും മോരും മീൻ വറുത്തതും ഒക്കെ കൂട്ടി നന്നായിട്ടൊരു പിടി അങ്ങനെ പിടിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. താങ്ക് യു, ബൈ.